യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇവിടെ നടക്കുന്നത് വല്ല അജയേട്ടൻ അറിയുന്നുണ്ടോ? എന്താ മോളെ, എന്താ പ്രശ്നം? അജയേട്ടൻ ഇവിടെ ഇല്ലാത്ത നേരത്ത് ആ പെണ്ണുമ്പിള്ള സുനീഷിനെ ആദ്യം ഇവിടെ വിളിച്ചു വരുത്തി എന്തൊക്കെ ഗൂഢാലോചനകൾ നടത്തി. ഗൂഢാലോചനയോ? അവളെ നീ എന്തോ പറയുന്നേ? എന്താ അജയേട്ടന് വിശ്വാസം വരുന്നില്ലേ? എന്റെ അജയേട്ട, അവര് രണ്ടും കൽപ്പിച്ച് നേരിട്ടുള്ള യുദ്ധം ആരംഭിച്ചിരിക്കുക. അവരുടെ യുദ്ധം ഞാൻ പൂട്ടി കൊടുക്കാം. അല്ല, ഈ സുനീഷിനെ ആതിരെ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അവകാശം ചോദിക്കാനൊന്നും വന്നതല്ല അവര്. ആതിര മാണിക്യമംഗലത്തെ മകളല്ലെന്ന് അവരോട് ആരോ ചെന്ന് പറഞ്ഞിരിക്കുക. അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ വന്നതാ. ഓ പിന്നെ അന്വേഷിക്കാൻ നിങ്ങളാണല്ലോ ഇവിടുത്തെ ഭരണാധികാരി. ഭരണാധികാരി ഒന്നും അല്ലെങ്കിലും വീട്ടിൽ വരുന്നവരോട് മാന്യമായി പെരുമാറാൻ എനിക്കറിയാം. ഈ വീടിന്റെ മുന്നിൽ വന്നു നിന്ന് എന്റെ ഭർത്താവിനെയും ചീത്ത വിളിച്ച് മുച്ചോടും ശപിച്ചിട്ട് പോയവളെ ഒന്നും സ്വീകരിച്ച് അനയിക്കാനുള്ള മാന്യതൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് സ്നേഹമില്ലാതെ പോയതിന് ഞാൻ എന്ത് വേണം? എടി, എന്റെ പൊന്നു മുതൽ നീ നിർത്തുന്നുണ്ടോ? അത് ശരി, അപ്പൊ നിങ്ങളും കൂടി ഇവരുടെ കൂടെ? ഞാൻ ആരുടെയും കൂടെ കൂടിയതല്ല. നീ എനിക്കിതൊരു മനസ്സമാനതാ എന്ന് വെച്ചാ ഞാനും നിങ്ങളുടെ മനസ്സമാധാനം നശിപ്പിക്കുന്നതല്ലേ? എനിക്കിത് കിട്ടണം. നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിന് എനിക്കിത് കിട്ടണം. എടി, ഞാൻ പറഞ്ഞത് കേക്കടി. മൈഥിലി, അജയ, ഞാൻ ചോദിച്ചതിന്റെ അല്ല, ആതിര ചോദിച്ചതിന്റെ മറുപടി നിന്റെ കയ്യിലുണ്ടോ? എന്തോന്ന്? അവൾ ഈ വീട്ടിലെ ആണോന്ന്. അത് കൊള്ളാം. ഇപ്പൊ എന്താ അവൾക്ക് ഇങ്ങനൊരു സംശയം? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അവളോട് അവൾ മാണിക്യമംഗലത്തെ അല്ലെന്ന് ആരോ പറഞ്ഞൂന്ന്. പിന്നെ പറഞ്ഞോടെ പോയി ചോദിക്കാൻ പറ്റ. അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ ഇക്കാര്യത്തിൽ നമുക്ക് ഒഴിയാൻ പറ്റുമോ അജയ? പിന്നെ ഞാനെന്താ വേണ്ട എടുത്തി? ഇപ്പൊ തന്നെ ആവശ്യത്തിലേറെ തലവേദനയുണ്ട്. ഓ, ഇനി ഇതും കൂടെ തന്നെ തലയിലോട്ട് വെക്കാൻ എനിക്ക് വയ്യ. എടുത്തിട്ട് കാര്യം നോക്കും. ആ പിന്നെ ഇതും പറഞ്ഞ് നാളെ അവനോ അവളോ ഇവിടെ വന്നാ സ്വീകരിക്കാനോ കുശലം പറയാനോ നിൽക്കണ്ട. അറിയാലോ, ഏട്ടനറിഞ്ഞാ ഇത് വലിയ പ്രശ്നമാവും. ഒന്ന് നിന്നേ. എങ്ങോട്ടാ നിങ്ങൾ ഈ വച്ചടിച്ച പോലെ പോകുന്നത്? ഭാര്യയെ സുഖിപ്പിക്കാനായിരിക്കും അല്ലേ? അല്ല, നിന്റെ അച്ഛനെ സൂചിപ്പിക്കാൻ. നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കാമെന്ന് ഉറപ്പിച്ച് കച്ച കെട്ടി ഇറങ്ങി തിരിച്ചേക്കുവാണോ? എന്തിനടി 24 മണിക്കൂർ ഇങ്ങനെ അവിടെ എവിടെയും പതിങ്ങുന്ന ആളെ പേടിപ്പിക്കുന്നത്? നിങ്ങൾ പേടിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മനുഷ്യ. തേങ്ങാ കൊല. നിനക്ക് ബന്ധുവടി വേണ്ടത്? നിങ്ങൾ എത്രയും പെട്ടെന്ന് ആതിരയെ വിളിക്കണം. എന്തിന്? നിങ്ങൾ അവളെ വിളിച്ചു പറയണം അവൾ ഈ വീട്ടിലേതല്ലാന്ന്. അതെന്തിന്? തുഴുങ്ങി തിന്ന. ആതിരയോ? എന്റെ പൊട്ടൻ ചങ്കര, അങ്ങനെ പറയുമ്പോ അവളുടെ ശല്യം എന്നേക്കും മറ്റു തീരില്ലേ? പിന്നെ സ്വത്തിന്റെ കാര്യം വരുമ്പോ ആ ഒരുത്തിയുടെ നാശം കുറഞ്ഞിരിക്കില്ലേ? അവളെ ഒഴിവാക്കാൻ ദൈവം ഒറ്റ കൊണ്ടുതന്നൊരു സുവർണ അവസരം നമ്മളായിട്ട് എന്തിനാ പാഴാക്കുന്നേ? അതൊക്കെ നേരാ. പക്ഷേ എന്തോന്ന് പക്ഷേ? ഒരു പക്ഷേയും ഇല്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. വേഗം അവളെ വിളിച്ചു പറ അവൾക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന്. അതല്ലടി, ഇതുപോലെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളൊക്കെ ഞാൻ എങ്ങനെയാടി ഒറ്റയ്ക്കെടുക്കുന്നത്? ഏട്ടനോടൊന്നും ആലോചിക്കാതെ. ഓ പിന്നെ, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നാട് വിട്ടുപോയ അങ്ങേരോടല്ലേ ഇനി ആലോചിക്കാൻ പോകുന്നത്? എന്നാലും ഏട്ടന്റെ മെസ്സേജ് ഉണ്ടല്ലോടി. ആ, മെസ്സേജ് വരുമ്പോ വിവരം പറഞ്ഞാ മതി. തൽക്കാലം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. ഏതായാലും നിങ്ങൾക്ക് ദോഷം വരുന്ന കാര്യമൊന്നും ഞാൻ പറയില്ലല്ലോ. അതില്ല. എന്നാലും
ഇതിലിപ്പോ എന്തുവാ ഇത്ര ആലോചിക്കാൻ? തല പോകുന്ന കാര്യമൊന്നല്ലല്ലോ, ഒരു ഫോൺ ചെയ്യുന്ന കാര്യമല്ലേ? ഹലോ, ഞാന് മാണിക്യമംഗലത്ത് അജയഘോഷ്. ആ എന്താ എന്താടാ നിർത്തിക്കളഞ്ഞേ? നീ ധൈര്യമായിട്ട് അളിയാന്ന് വിളിച്ചോടാ. ഇന്നും കൂടെ അല്ലേ നിനക്കെങ്ങനെ വിളിക്കാൻ പറ്റൂ? അല്ല, നീ ഇവിടെ ഒന്ന് വലിയ ഷോയൊക്കെ ഇറക്കിയിട്ട് പോയെന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ആതിരക്കുട്ടി നിർബന്ധിച്ചപ്പോൾ ഒരു വിവരം അറിയാൻ അതുവരെ വന്നേ ഉള്ളൂ. ആ വിവരം പറയാൻ തന്നെയാ ഞാനും വിളിച്ചത്. പിന്നെ നീ കേട്ടത് സത്യവാ. നിന്റെ ഭാര്യ മാണിക്യമംഗലത്തെ അല്ല. അവൾക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തെരുവിൽ കിടന്ന് ചാവണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അവളെ എടുത്തു വളർത്തിയാടാ. നിങ്ങൾ എന്തോ ഈ പറയുന്നേ? എവിടെ നിന്ന്? ആരെടുത്ത് വളർത്തി? ഇങ്ങനെ നീ ഒറ്റ ശ്വാസത്തിലൊക്കെ ചോദിച്ചാ മറുപടി പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. എന്നാലും അതറിയണ്ടേ? പറയാം. പണ്ട് ഞങ്ങളുടെ അമ്മയും വിശ്വട്ടനും കൂടി മലനടയിലൊരു ഉത്സവം കാണാൻ പോയി. അന്ന് അവിടെ ഒരു വെടിക്കെട്ട് ദുരന്തം നടന്നു. ഒരുപാട് പേര് ചത്തുപോയി. ചാവാത്ത കൂട്ടത്തിൽ നിന്ന് കിട്ടിയതാ നിന്റെ ഭാര്യയെ. അവള് ഞങ്ങളുടെ പെങ്ങളാന്ന് തന്നെയാ ഈ അടുത്ത കാലം വരെ ഞാനും വിശ്വസിച്ചിരുന്നതേ. പക്ഷേ വിശ്വട്ടൻ നാട് വിട്ടു പോകുന്നതിന് മുൻപ് ആ സത്യം എന്നോട് മാത്രം പറഞ്ഞു. ഇനി നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചാ മതി. തെളിവുകള് ഞാൻ തരാടാ. അപ്പൊ ശരിയടാ മോനെ. പിന്നെ ഇനി ഇക്കാര്യം പറഞ്ഞ് നീ പടി കയറിയ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. അതെ അളിയ, വെച്ചിട്ട് പോടാം.